വെൽക്കം ടു വിന്നേഴ്സ് PSC. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ്, കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫിനാൻസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആണ് പഠിക്കുന്നത്. വിവിധ തരത്തിലുള്ള നികുതികളെ കുറിച്ച്, നികുതിയുടെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആൻഡ് ആൾസോ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റിന്റെ വിവിധ തരം ചെലവുകളെ കുറിച്ചും. ദ സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ്. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന ഇന്ത്യൻ കൃതികളാണ് മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന ഇന്ത്യൻ കൃതികളാണ് മനുസ്മൃതിയും അർത്ഥശാസ്ത്രം. അപ്പൊ ഈ രണ്ട് കൃതികളിലും വിവിധ തരത്തിലുള്ള നികുതികളെ കുറിച്ച് വളരെ പ്രാചീന കാലഘട്ടത്തിലെ മുതലേ വിവരിച്ചിരുന്നു. പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് വർധനം. പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമന്ന നികുതിയുടെ പേരെന്താ? വർധനം എന്നുള്ളതായിരുന്നു. പ്രാചീന കാലത്ത് തീർത്ഥാടകരുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയായിരുന്നു യാത്രാവേതനം. എന്താണ്? പ്രാചീന കാലഘട്ടത്തിൽ തീർത്ഥാടകരുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയായിരുന്നു യാത്രാവേതനം. ഇനി നമുക്കറിയാമല്ലോ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 265 കേട്ടോ, ആർട്ടിക്കിൾ ആണ് കേട്ടോ. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 265 നികുതികളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം, പ്രീവിയസ് ക്വസ്റ്റ്യൻ, 1962 ഏപ്രിൽ 1. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. ഇനി നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്, ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ 265 നികുതികളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നോക്കാം. അതുപോലെ തന്നെ ഗവൺമെന്റുകളുടെ, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് നികുതികളാണ്. വിവിധ തരം നികുതികളുണ്ട്. അപ്പൊ നമ്മൾ ആ നികുതികളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 265. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം നികുതികളാണ്. വിവിധ തരത്തിലുള്ള നികുതികളുണ്ട്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം ജപ്പാൻ. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. പഠിച്ചെടുക്കുക. ഇതിൽ പ്രീവിയസ്ലി വന്ന് ചോദിച്ച ഇതാണ്. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം നമ്മൾ HSK ആയിരുന്നില്ല ചോദിച്ചിരുന്നത്, അത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. അത് പഠിച്ചെടുക്കുക. ഇനി നമുക്കറിയാം, സുൽത്താൻ ഭരണ കാലഘട്ടത്തിൽ എന്താണ് നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതികൾ ചുമത്തിയിരുന്നത് ആരുടെ സമയകാലഘട്ടങ്ങൾ മുതലാണ്? അത് പ്രാചീന കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ സുൽത്താൻ, അതിനു മുമ്പുള്ള പ്രാചീന കാലത്തെ തീർത്ഥാടകരുടെ മേൽ ചുമത്തിയിരുന്ന നികുതി യാത്രാവേദനയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സുൽത്താനേറ്റ് പീരീഡിലല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നികുതികളെ കുറിച്ച് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യം സുൽത്താനേറ്റ് പീരീഡിലാണ്, അല്ലെ? ഇന്ത്യയിലേക്ക് വന്ന വിദേശ രാജ്യങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളുടെ മിഡീവൽ ഇന്ത്യൻ ചരിത്രത്തിലാണ് നമ്മൾ സുൽത്താനേറ്റ് പീരീഡ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ സുൽത്താൻമാർ ഏർപ്പെടുത്തിയിരുന്ന നികുതിയായിരുന്നു ജസിയ നികുതി. അറിയാമല്ലോ, ആ മുസ്ലിങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന ഒരു നികുതിയാണ് ജസിയ എന്നറിയപ്പെടുന്ന നികുതി. ഈ ജസിയ നികുതി നിരോധിച്ചത് ആരാണെന്നും നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അക്ബർ ചക്രവർത്തിയായിരുന്നു ജസിയ നികുതി നിരോധിച്ചത്. അപ്പൊ നമ്മൾ ഈ ജസിയ നികുതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നികുതി ഫിറോസ് ഷാ തുഗ്ലക്ക്, അക്ബർ ചക്രവർത്തി നിരോധിച്ചൊരു നികുതിയാണ്. ഫിറോസ് ഷാ തുഗ്ലക്ക് ഈ നികുതി കൊണ്ടുവന്നിരുന്നു. ഈ ജസിയ എന്നറിയപ്പെടുന്ന നികുതി. മനസ്സിലായല്ലോ? അങ്ങനെ സുൽത്താൻ ഭരണകാലത്ത് ഏർപ്പെട്ടിരുന്ന നികുതിയായിരുന്നു ജസിയ എന്നറിയപ്പെടുന്നത്. ജസിയ ഏർപ്പെടുത്തി, അല്ലെങ്കിൽ ജസിയ ആരുടെയൊക്കെ കാലഘട്ടത്തിൽ നിലനിന്നു എന്ന് ചോദിക്കുമ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെയും ഔറംഗസീബിന്റെയും കാലഘട്ടത്തിൽ ജസിയ നികുതി നിലനിന്നിരുന്നു. ഇനി ജസിയ നിർത്തലാക്കിയത് ആരായിരുന്നു? അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജസിയ നികുതി നിർത്തലാക്കിയിരുന്നു. അങ്ങനെ അപ്പൊ വിവിധ തരത്തിലുള്ള നികുതികൾ അവരുടെ സുൽത്താനേറ്റ് പീരീഡിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇവിടെ നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കുമ്പോൾ 265. ഇനി പ്രാചീന കാലത്ത് തീർത്ഥാടകരുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിയായിരുന്നു യാത്രാവേദന. പ്രാചീന കാലത്ത് ഇറക്കുമതി ചേരുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന നികുതി വർധനം എന്നുള്ളതായിരുന്നു. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന ഇന്ത്യൻ കൃതികളാണ് മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും. നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു നികുതികൾ എന്നറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള നികുതികളുണ്ട്, പ്രധാനപ്പെട്ട നികുതികൾ. ആ നികുതികളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ നികുതികൾ എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് പ്രത്യക്ഷ പരോക്ഷ നികുതികൾ, രണ്ട് പ്രധാനപ്പെട്ട നികുതികൾ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നികുതികളാണ്. ഈ ഓരോ നികുതികളും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം എന്ന് ചോദിക്കുമ്പോൾ ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം ജപ്പാനാണ്.
സോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നികുതികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രാചീന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മറാത്ത കാലഘട്ടത്തിൽ ഏർപ്പെടുത്തിയ നികുതിയാണ്, മറാത്ത സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നികുതിയാണ് ചൗദും സർദേശ് എന്താണ്? ചൗദും സർദേശ് മുഖുമാണ് മറാഠ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നികുതികൾ. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം എന്നറിയപ്പെടുന്നത്, നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം എന്നറിയപ്പെടുന്നതാണ് ബെൽജിയം. അല്ല, അപ്പൊ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തപ്പെടുന്ന ഏഷ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. സോ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം എന്നറിയപ്പെട്ടത് ബെൽജിയമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു നമ്മുടെ ടാക്സസിനെ വി ഡിവൈഡ് ഇൻടു ടു. ഒന്ന് പ്രത്യക്ഷ ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സസും. ഇതിൽ നികുതികൾ നമ്മൾ പ്രധാനമായി രണ്ടാം തരംതിരിക്കാം, പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളുമാണ്. അപ്പൊ ഇവ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് എന്താണ്? നികുതി ചുമത്തപ്പെട്ടാൽ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. നികുതി ചുമത്തപ്പെടുന്നയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി പരോക്ഷ നികുതിയാണെങ്കിൽ ഉപഭോക്താവിൽ നിന്ന് നേരിട്ടല്ലാതെ എന്താണ് ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ്. അപ്പൊ ഉപഭോക്താവിൽ നിന്ന് നേരിട്ട് അടയ്ക്കുന്ന നികുതിയാണോ പരോക്ഷ നികുതി? അല്ല. അപ്പൊ ഉപഭോക്താവിൽ നിന്ന് നേരിട്ടല്ലാതെ ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി. ഇനി നോക്കാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലേക്ക് നോക്കുകയാണ്. ഏതൊക്കെയാണ് പ്രത്യക്ഷ? ഇങ്ങനെയായിരുന്നു എക്സാമിനേഷൻ വരുന്നത്. ഇങ്ങനെയാണ് പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ പരോക്ഷ നികുതികൾക്ക് ഉദാഹരണം ഏത് എന്നുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നികുതികൾ നമ്മൾ രണ്ടായി തരംതിരിക്കാം, പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും. പ്രത്യക്ഷ നികുതി ആകുമ്പോൾ നികുതി ചുമത്തപ്പെട്ട ആൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. പരോക്ഷ നികുതി ഉപഭോക്താവിൽ നിന്ന് നേരിട്ടല്ലാതെ ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി. ഇനി ഇവ രണ്ടിനും ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. പ്രത്യക്ഷ നികുതി ആകുമ്പോൾ ആദായ നികുതി, ലാൻഡ് ടാക്സ് നമ്മൾ അടയ്ക്കാറുണ്ട്. സോ ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, കോർപ്പറേഷൻ നികുതി, ഇവയൊക്കെ തന്നെ നമ്മൾ ഡയറക്ട്ലി അടയ്ക്കുന്ന ടാക്സുകളാണ്. ഒന്നുകൂടെ, ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, കോർപ്പറേഷൻ നികുതി എന്നിവയെല്ലാം തന്നെ പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സസ് എന്നറിയപ്പെടുന്ന പരോക്ഷ നികുതികളാണ്. അപ്പോൾ വിൽപ്പന നികുതി, വാറ്റ് നികുതി, കസ്റ്റംസ് നികുതി എന്നിവയെല്ലാം തന്നെ എക്സൈസ് നികുതി, ഇവയൊക്കെ തന്നെ പ്രധാനമായിട്ടും പരോക്ഷ നികുതികളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപഭോക്താവ് നേരിട്ടാണോ അടയ്ക്കുന്നത്? അല്ല, നേരിട്ടല്ലാതെ ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതികളെയാണ് പരോക്ഷ നികുതികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട പരോക്ഷ നികുതികളെ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വിൽപ്പന നികുതി, വാറ്റ് നികുതി, കസ്റ്റംസ് നികുതി, കേന്ദ്ര എക്സൈസ് നികുതി എന്നിവയാണ് പ്രധാനപ്പെട്ട പരോക്ഷ നികുതികൾക്ക് ഉദാഹരണം. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നോക്കാം. അതുപോലെ തന്നെ സേവന നികുതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരോക്ഷ നികുതി. ഒന്നുകൂടി പറയുക. വിൽപ്പന നികുതി, വാറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, അതുപോലെ തന്നെ സേവന നികുതി, ഇവയെല്ലാം തന്നെ എന്താണ്? പ്രധാനപ്പെട്ട പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഈ ചുമത്തുന്ന ഈ നികുതികളിൽ നിന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ വരുമാന മാർഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ നികുതികളാണ് എന്നുകൂടി മനസ്സിലാക്കാം. പിന്നെ ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റി, നമുക്കറിയാം നമ്മുടെ വെൽഫെയർ, ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? കമ്മിറ്റികൾ ആണ് നേരിട്ട് നിയോഗിക്കാറുള്ളത്. ഒരു വെൽഫെയർ സ്കീംസിന് വേണ്ടി അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റികളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? കൊടുക്കാറുള്ളത്. അങ്ങനെ നികുതികളെ കുറിച്ച്, നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. 1991 ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്തത്. മനസ്സിലാക്കിയ ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. വർഷം 1991. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. വർഷം 1991. അപ്പൊ അത് പഠിച്ചല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ നികുതി ഘടനയെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജോൺ മത്തായി കമ്മിറ്റി. വർഷം 1954. ഒന്നുകൂടെ, സ്വതന്ത്ര ഇന്ത്യയിൽ നികുതി ഘടനയെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജോൺ മത്തായി കമ്മിറ്റി. വർഷം 1954. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നികുതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ നികുതികൾ ചുമത്തിയിരുന്നത് സുൽത്താനേറ്റ് കാലഘട്ടത്തിലായിരുന്നു, അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിലായിരുന്നു.
ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതിയായിരുന്നു ജസിയ എന്നറിയപ്പെടുന്നത്. സുൽത്താനിന്റെ പേരിൽ തന്നെ ഈ ഒരു നികുതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജസിയ നികുതി എടുത്തു കളഞ്ഞ ചക്രവർത്തി ആരാന്ന് ചോദിക്കുമ്പോൾ അത് അക്ബർ ചക്രവർത്തിയായിരുന്നു. എന്നാൽ ഫിറോസ് ഷാ തുഗ്ലക് കാലഘട്ടം, അതായത് നമ്മുടെ സുൽത്താനിന്റെ പേരുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ജസിയ നികുതി ഈടാക്കിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അക്ബർ ചക്രവർത്തിയുടെ കാലശേഷം ജസിയ പുതുക്കി നിശ്ചയിച്ചത് നിങ്ങൾ അടിച്ചേൽപ്പിച്ചത് എന്ന് പറയുന്നത് ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ്. അവസാനത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മുഗൾ റൂളറാണ് ഔറംഗസീബ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തോടു കൂടി എന്ത് ചെയ്തു, ഒന്നുകൂടി ജസിയ നികുതി എന്ത് ചെയ്തു, പുനരാവിഷ്കരിച്ചു എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട മറാത്ത സാമ്രാജ്യത്തിൽ നിലനിന്ന് മറാഠ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു? ശിവാജി ചക്രവർത്തിയായിരുന്നു. ശിവാജിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട നികുതികളും ഏർപ്പെടുത്തിയിരുന്നത്. ചൗദും സർദേശ് മുഖും ഏർപ്പെടുത്തിയ ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ശിവാജിയുടെ കാലഘട്ടത്തിലായിരുന്നു. മറാത്ത സാമ്രാജ്യത്തിൽ ഇതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നികുതികളായിരുന്നു ചൗദും സർദേശ് മുഖും. മനസ്സിലായല്ലോ? നമുക്കറിയാം. അപ്പൊ നികുതിയിനത്തിന് വേണ്ടി തന്നെയാണ് ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ വിവിധ തരത്തിലുള്ള വിപ്ലവങ്ങൾ തന്നെ നടത്തിയത്. അല്ലെ, പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല എന്നറിയപ്പെടുന്ന നികുതി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്തുവാൻ പാടില്ല എന്നറിയപ്പെടുന്ന ആപ്തവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാറുള്ളത്. അത് തന്നെ പഠിച്ചെടുക്കുക. ഓക്കെ. സോ അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ നികുതിയുള്ള രാജ്യം എന്നറിയപ്പെടുന്നത് ബെൽജിയമാണ്. നികുതികൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും എന്ന നികുതി നമുക്ക് രണ്ട് കാറ്റഗറൈസ് ആയിട്ട് തരംതിരിക്കാം. നികുതി ചുമത്തപ്പെടുന്ന ആൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. പരോക്ഷ നികുതി ഉപഭോക്താവിൽ നിന്ന് നേരിട്ടല്ലാതെ ഇടനിലക്കാരൻ വഴി അടയ്ക്കുന്ന നികുതിയാണ്. ആരിലേക്ക് അടക്കുകയാണ്? സർക്കാർ. രണ്ടും നമ്മൾ സർക്കാരിലേക്ക് തന്നെയാണ് പോകുന്നത്. അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് രണ്ടിനും എക്സാമ്പിൾ പഠിക്കുക. പ്രത്യക്ഷ നികുതി, ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, കോർപ്പറേഷൻ നികുതി. ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, കോർപ്പറേഷൻ നികുതി. പരോക്ഷ നികുതി വിൽപ്പന നികുതി, വാറ്റ് നികുതി, കസ്റ്റംസ് നികുതി, കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി. ഇവയെല്ലാം തന്നെ എങ്ങനെയുള്ളതാണ്? പരോക്ഷ നികുതികളാണ്. ഇനി നെക്സ്റ്റ് നോക്കണം. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിനുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ രാജ ചെല്ലയ്യ കമ്മിറ്റി, വർഷം 1991. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നികുതി ഘടനയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ജോൺ മത്തായി കമ്മിറ്റി, വർഷം 1954. സോ നെക്സ്റ്റ്, പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് വിജയ് കോൽക്കർ കമ്മിറ്റി 2002. 2002 ഈ ഒരു കമ്മിറ്റി നിയോഗിച്ചത്. സോ പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ആയിരുന്നു എന്നറിയപ്പെടുന്നത് വിജയ് കോൽക്കർ കമ്മിറ്റി, വർഷം 2002. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം എന്നറിയപ്പെട്ടത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈ ആണ്. സോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം എന്നറിയപ്പെട്ടത് കൊൽക്കത്ത. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് സമ്പദ് നികുതി അഥവാ വെൽത്ത് ടാക്സ്. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് സമ്പദ് നികുതി അഥവാ വെൽത്ത് ടാക്സ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള നികുതിക്ക് പുറമെ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജുകൾ. നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള നികുതികൾക്ക് പുറമേ ചുമത്തുന്ന മറ്റു ചില നികുതികൾ കൂടിയുണ്ട്. ഇവയുടെ പേരാണ് സർചാർജ് എന്നറിയപ്പെടുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതികളാണ് സെസ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതികളെയാണ് സെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാലം, റോഡ് എന്നിവയിലൂടെ വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതിയാണ് ടോളുകൾ. നമ്മൾ മിക്കവർക്കും അറിയാവുന്നതാണ്. കാര്യം പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടിയിരുന്ന നികുതിയാണ് ടോൾ ടാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ് നികുതി. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുന്ന നികുതിയാണ് ഒക്ട്രോയ് നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരേതാണ്? വിജയ് കോൽക്കർ കമ്മിറ്റി, വർഷം 2002. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് വെൽത്ത് നികുതി അഥവാ സമ്പദ് നികുതി. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള നികുതിക്ക് പുറമെ ചുമത്തുന്ന അധിക നികുതിയാണ്
സർചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങളായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതികളെയാണ് ടോൾ നികുതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുന്ന നികുതിയാണ് ഒക്ട്രോയ് നികുതികൾ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുന്ന നികുതിയാണ് ഒക്ട്രോയ് നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികളെയാണ് കസ്റ്റംസ് നികുതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികളെയാണ് കസ്റ്റംസ് നികുതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി പങ്കിനെ കുറിച്ച് ശുപാർശ തയ്യാറാക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി പങ്കിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ. സോ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 200 നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. ആർട്ടിക്കിൾ 280 അപ്പൊ ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? KC നിയോഗിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ KC നിയോഗി. ഓക്കെ, ഇതൊക്കെ തന്നെ പൊളിറ്റിക്സിൽ ഓൾറെഡി പഠിച്ചു കാണുന്നവയായിരിക്കും. അപ്പോൾ കേന്ദ്ര സംസ്ഥാന തമ്മിൽ നികുതി പങ്കിനെ കുറിച്ച് ശുപാർശ തയ്യാറാക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്, ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280 ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ KC നിയോഗിയാണ്. ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്തിലാണ്. ഓക്കെ, ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്തിലാണ്, മനസ്സിലാക്കാം. പിന്നെ മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. കാർബൺ ആദ്യമായി നികുതി നൽകിയ രാജ്യം ന്യൂസിലൻഡിനാണ്. അപ്പോൾ കാർബൺ നികുതി ആദ്യമായി നൽകിയ രാജ്യം ന്യൂസിലൻഡ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടാണ് കേട്ടോ. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലൻഡിനാണ്. കൊഴുപ്പിന് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. അപ്പോൾ കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്കാണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കൊഴുപ്പിന് നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഉപ്പ് നികുതി സോൾട്ട് ടാക്സ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു രാജ്യം എന്നറിയപ്പെടുന്നത് ചൈനയാണ്. നെക്സ്റ്റ് GST ആദ്യമായി നടപ്പിലാക്കി. GST ആദ്യമായി നടപ്പിലാക്കിയ ലോകരാഷ്ട്രത്തിൽ ഒന്നാണ് ഫ്രാൻസ്. ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് ആസാമിലാണ്. എവിടാണ്? ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് ആസാമിലാണ്. സോ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം സ്റ്റേറ്റ് GST ആണ്. സോ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം സ്റ്റേറ്റ് GST ആണ്. ഇതിനെയാണ് വിൽപ്പന നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനെ എന്താ അറിയപ്പെടുന്നത്? വിൽപ്പന നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി പങ്കിനെ കുറിച്ച് ശുപാർശ നൽകുന്നത് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280 ആദ്യ ധനകാര്യ കമ്മീഷൻ KC നിയോഗിയാണ്. ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ് ആണ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലൻഡും. കൊഴുപ്പിന് നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം എവിടെയാണ്? ഡെൻമാർക്കും. അപ്പൊ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയത് നോക്കുമ്പോൾ കേരളത്തിലാണ്. ഇനി ഉപ്പ് നികുതി ആദ്യമായി ഏർപ്പെടുത്തിയത് എവിടെയാണ്? ചൈനയിലാണ്. GST ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആസാമിലാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം സ്റ്റേറ്റ് GST അഥവാ വിൽപ്പന നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ ഇവിടെയൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചെടുക്കുക. നെക്സ്റ്റ് കസ്റ്റംസ് അതുപോലെ കസ്റ്റംസ് നികുതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികളെയാണ് കസ്റ്റംസ് നികുതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതികളാണ് കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ ചുമത്തുന്ന പ്രധാനപ്പെട്ട നികുതികളാണ് കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി. പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് കെട്ടിട നികുതി. പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് കെട്ടിട നികുതി. തൊഴിൽ നികുതി, കെട്ടിട നികുതി എന്നിവ അടയ്ക്കേണ്ടത് എവിടെയാണ്? പഞ്ചായത്ത് ഓഫീസിലാണ് തൊഴിൽ നികുതിയും കെട്ടിട നികുതിയും അടയ്ക്കേണ്ടത്. ഭൂനികുതി അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. സോ ലാൻഡ് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. സിനിമാ തിയേറ്ററുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് വിനോദ നികുതി. ഏതാണ്?
സിനിമാ തിയേറ്ററുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് വിനോദ നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില നികുതികളെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതികളെയാണ് കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി എന്നിങ്ങനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് കെട്ടിട നികുതി. തൊഴിൽ നികുതി, കെട്ടിട നികുതി എന്നിവ അടയ്ക്കുന്നത് പഞ്ചായത്ത് ഓഫീസിലാണ്. ലാൻഡ് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസുകളിലാണ്. സിനിമാ തിയേറ്ററുകൾക്ക് ഏർപ്പെടുന്ന നികുതിയാണ് വിനോദ നികുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചരക്ക് സേവന നികുതി അഥവാ GST അഥവാ ഗുഡ്സ് സർവീസ് ടാക്സ്. ചരക്ക് സേവന നികുതി അഥവാ GST അഥവാ ഇതിന്റെ പറയുന്ന പേരെന്താണ്, ഫുൾ ഫോം എന്ന് പറയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത്. സോ 2017 ജൂലൈ 1 GST എന്നറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത്. മനസ്സിലായല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട ചില ചരക്ക് സേവന നികുതികളാണ് നമ്മൾ പരിഗണിച്ചത്. CGST എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ജനറൽ ടാക്സ്. ഇതാണ് CGST എന്ന് വെച്ചാൽ സെൻട്രൽ ജനറൽ ടാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ SGST എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ജനറൽ ടാക്സ്. നെക്സ്റ്റ് IGST അഥവാ ഇന്റഗ്രേറ്റഡ് GST, ഇന്റഗ്രേറ്റഡ് ജനറൽ ടാക്സ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് നമ്മൾ GST തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ 3 വിഭാഗം വി കാറ്റഗറൈസ്ഡ് ഇൻടു 3. അത് ഏതൊക്കെയാണ്? CGST അഥവാ സെൻട്രൽ ജനറൽ ടാക്സ്, SGST അഥവാ സ്റ്റേറ്റ് ജനറൽ ടാക്സ്, IGST അഥവാ ഇന്റഗ്രേറ്റഡ് ജനറൽ ടാക്സ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി GST നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ 2017 ജൂലൈ 1 GST നിലവിൽ വന്നത് അഥവാ ചരക്ക് സേവന നികുതി വന്നത് 2017 ജൂലൈ 1. ഇനി നമുക്ക് നോക്കാം ഈ GST കൗൺസിൽ എന്ന് വെച്ചാൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. GST കൗൺസിലിൽ ഉൾപ്പെടുത്ത അംഗങ്ങൾ ഏതാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാറുള്ളത്. അപ്പോൾ GST കൗൺസിൽ എന്ന് പറയുമ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാനായ GST സമിതി. അപ്പോൾ ഇവിടുത്തെ ചെയർമാൻ ആരായിട്ടായിരിക്കും ഇരിക്കുന്ന GSTയിൽ? കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും GSTയുടെ ചെയർമാൻ. അതൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. സോ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് GSTയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള ഒരു കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഉണ്ടാകും. സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളാണ്. ഏതിലാണ് ഈ സംസ്ഥാന ധനകാര്യ സമിതിയിലെ അംഗങ്ങൾ മെമ്പർ ആയിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ GST കൗൺസില്. സോ GST കൗൺസിലിലെ ചെയർമാൻ ആരാന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അപ്പൊ ഈ GST കൗൺസിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരൊക്കെ? കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയുടെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനങ്ങളിലുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, ഓരോ സംസ്ഥാനങ്ങളിലും മനസ്സിലായി, ഓരോ സംസ്ഥാനങ്ങളിലെയും ഉള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിമാരുടെയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളാണ്. സംസ്ഥാനങ്ങളിലെ ഓരോ ധനകാര്യ മന്ത്രിയും GST കൗൺസിൽ അംഗങ്ങളാണ്. അതിന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക, അംഗങ്ങളാണ്. അപ്പോൾ നികുതികളോടൊപ്പം സർക്കാരിന് ലഭിക്കുന്ന മറ്റു ചില വരുമാന മാർഗങ്ങളാണ്. നികുതിയോടൊപ്പം തന്നെ ചുമത്തുന്ന മറ്റു ചില വരുമാന മാർഗങ്ങളാണ് സെസ്. 2 പ്രത്യേക നികുതികളാണ്. 1 സെസ്, 2 സർചാർജ്. ഇതൊക്കെയാണ്. സെസ്സും കിട്ടും, സർചാർജും കിട്ടും. ഇതില് നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതികളാണ് സർചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതികളെയാണ് സർചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്ന സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന നികുതികളാണ് സെസ് എന്നറിയപ്പെടുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങളായി ചുമത്തുന്ന നികുതികളെയാണ് സെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് GST അഥവാ ഗുഡ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. 2017 ജൂലൈ 1 നിലവിൽ വന്നത്. പ്രധാനപ്പെട്ട GST കാറ്റഗറി നമ്മൾ GST ഇത്തരം വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ 3 തരംതിരിക്കുന്നത്. CGST അഥവാ സെൻട്രൽ ജനറൽ ടാക്സ്, സെക്കൻഡ്ലി SGST അഥവാ സ്റ്റേറ്റ് ജനറൽ ടാക്സ്, IGST അഥവാ ഇന്റഗ്രേറ്റഡ് ജനറൽ ടാക്സ്. ഇങ്ങനെ 3 കാറ്റഗറൈസ്ഡ് ആയിട്ട് നമ്മൾ ഗുഡ് ആൻഡ് സർവീസ് ടാക്സിനെ അഥവാ ചരക്ക് സേവന നികുതിയെ തരംതിരിക്കാം. ചരക്ക് സേവന നികുതി എന്ന നിലവിൽ വന്ന് 2017 ജൂലൈ 1. 2017 ജൂലൈ 1. നോക്കൂ, GST കൗൺസിൽ ഉണ്ട്. അപ്പോൾ GST കൗൺസിൽ രൂപീകരിക്കാറുണ്ട്. സോ GST കൗൺസിലുള്ള അംഗങ്ങളെ നമുക്ക് നോക്കേണ്ടതാ. കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള GST. അപ്പൊ ഇതിന്റെ ചെയർമാൻ ആരാ? കേന്ദ്ര ധനകാര്യമന്ത്രി. ഇതില്
GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള ഒരു കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഉണ്ടാവും എന്ന് മാത്രമല്ല സംസ്ഥാനങ്ങളെ ധനകാര്യ മന്ത്രിമാരും ഇതിലെ അംഗങ്ങളാണ്. GST കൗൺസിൽ അംഗമാണ്. നമ്മൾ ഈ നികുതി ഇത്തരമായിട്ടുള്ള രണ്ട് അധികമായിട്ടുള്ള നികുതികൾ കൂടി ഗവൺമെന്റ് ചുമത്താറുണ്ട്. അവ ഏതൊക്കെയാണ്? സർചാർജും സെസ്സുമാണ്. എന്ന് വെച്ചാൽ നികുതികളുടെ മേൽ ചുമത്തുന്ന അധിക നികുതികളെയാണ് സർചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നികുതി മേൽ ചുമത്തുന്ന അധിക നികുതികളെയാണ് സർചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർക്കാരിന് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ചുമത്തുന്ന നികുതികളെയാണ് സെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർക്കാരിന് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ചുമത്തുന്ന നികുതികളെയാണ് സെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ചിരുന്ന വിവിധ തരത്തിലുള്ള നികുതികളാണ്. ഒന്ന് കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി എന്നിവയ്ക്കുകളാണ്. അപ്പൊ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതിന് കെട്ടിട നികുതിയാണ്. നെക്സ്റ്റ് തൊഴിൽ നികുതി, കെട്ടിട നികുതി എന്നിവ അടയ്ക്കുന്നത് എവിടെയാണ്? പഞ്ചായത്ത് ഓഫീസിലാണ്. ഭൂനികുതി അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. സിനിമാ തിയേറ്ററുകൾ ഏർപ്പെടുന്ന നികുതിയാണ് വിനോദ നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാസ്റ്റ്ലി നമ്മൾ ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് GST കൗൺസിൽ അംഗങ്ങൾ ആരാണ്? നമ്മുടെ നികുതി ഇത്തരമായിട്ടുള്ള ഒരു സർചാർജ് കൂടി നമ്മൾ ഗവൺമെന്റ് ചുമത്താറുണ്ട്. ഇതിനെയാണ് അറിയപ്പെടുന്ന സർചാർജും അതുപോലെ പ്രത്യേക ആവശ്യങ്ങളൊക്കെ ചുമത്തുന്ന നികുതിയാണ് സെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് GST ബില്ലിനെ കുറിച്ചിട്ടാണ്. GST ബിൽ ആദ്യമായി ലോക്സഭ പാസാക്കിയ വർഷം 2015 മെയ് 16 അപ്പോൾ മെയ് 6 അപ്പൊ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. 2017 ജൂലൈ 1 GST ബിൽ നിലവിൽ വന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുകൂടെ പഠിക്കേണ്ടതാണ്. GST ബിൽ ആദ്യമായി ലോക്സഭ പാസാക്കിയത് 2015 മെയ് 6 2015 മെയ് 6 അപ്പൊ GST ബിൽ രാജ്യസഭ ഭേദഗതി നിർദ്ദേശത്തോടുകൂടി പാസാക്കിയ വർഷം, ലോക്സഭ പാസാക്കിയത് എന്നാൽ 2015 മെയ് 6 രാജ്യസഭ ഭേദഗതി നിർദ്ദേശത്തോടുകൂടി രാജ്യസഭ എന്ത് ചെയ്തത്? ഭേദഗതി നിർദ്ദേശത്തോടുകൂടി പാസാക്കിയ വർഷം 2016 ഓഗസ്റ്റ് 3. 2016 ഓഗസ്റ്റ് 3. ഇനി GST ബില്ല് ലോക്സഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി ഭേദഗതി ചെയ്തു. അങ്ങനെ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് പാസാക്കിയ വർഷം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. 2016 ഓഗസ്റ്റ് 8 എന്നാണ്. 2016 ഓഗസ്റ്റ് 8. GST ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 GST ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 അപ്പൊ മിക്കവാറും ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കൂടാണ്. GST ബിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1 എന്നാൽ രാഷ്ട്രപതി ഒപ്പുവെച്ച 2016 സെപ്റ്റംബർ 8 ലോക്സഭയിൽ പാസാക്കിയ വർഷം 2015 മെയ് 6 ലോക്സഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8. ഈ GST ബിൽ രാജ്യസഭ ഭേദഗതി നിർദ്ദേശത്തോടുകൂടി പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. GST ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. GST നിലവിൽ 2017 ജൂലൈ 1 നിലവിൽ വന്നത് പഠിച്ചു. ഇനി GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? P ചിദംബരമാണ്. അദ്ദേഹം ധനകാര്യ മന്ത്രിയായിരുന്ന P ചിദംബരമാണ് ആദ്യമായി GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. P ചിദംബരമായിരുന്നു. അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്നു. ഇനി നോക്കാം. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു? ആസാമിലാണ്. ലോകരാഷ്ട്രം ഏതായിരുന്നു? ഫ്രാൻസിലാണ് ആദ്യമായിട്ട് GST പാസാക്കിയത്. ഇന്ത്യയിലാണെങ്കിൽ ആസാമിലാണ്. GST ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്. 16ാമത്തെ സംസ്ഥാനം ഒഡീഷയുമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ GST ബിൽ ആദ്യമായി പാസാക്കിയത് ഫ്രാൻസിലാണ്, ഇന്ത്യയിലെ ആസാമിലും, രണ്ടാമത് ബീഹാറിലും, 16ാമത് ഒഡീഷയിലുമാണ്. GSTയുടെ ആപ്തവാക്യം ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി. ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നുള്ളതാണ് GSTയുടെ ആപ്തവാക്യം എന്ന് അറിയപ്പെടുന്നത്. GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 101ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 101 ഒത്തിരി ഭരണഘടനാ ഭേദഗതികൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കാണും. അതിലെല്ലാ ഭരണഘടനാ ഭേദഗതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 101ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ്. 101ാമത് ഭരണഘടനാ ഭേദഗതി. സോ GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടൻ്റ്. ആർട്ടിക്കിൾ 246A, ആർട്ടിക്കിൾ 269A, ആർട്ടിക്കിൾ 246Aയും 269Aയുമാണ് GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സോ GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246Aയും 269Aയുമാണ് GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ.
ഓക്കെ, ദെൻ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ആണ് GST കൗൺസിലിൽ പ്രതിപാദിക്കുന്ന വകുപ്പ്. അതായത് GST കൗൺസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. GST കൗൺസിലിലെ ചെയർമാൻ ആരാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് GST കൗൺസിലിലെ ചെയർമാൻ എന്നറിയപ്പെടുന്നത്. ഈ GST കൗൺസിൽ സംസ്ഥാനങ്ങളുടെ ധനകാര്യ മന്ത്രിമാര് അംഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. സോ GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 279A. എന്നാല് GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ 246A-യും 269A-യുമാണ്. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ 279. ആർട്ടിക്കിൾ 279A-യാണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246A-യും 269A-യുമാണ് GSTയെ കുറിച്ച്. GST എന്ന് പറയുന്ന ടാക്സ് ആണ്, അല്ലെ, എന്താണ്, ചരക്ക് സേവന നികുതിയാണ്. ഈ ചരക്ക് സേവന നികുതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിക്കുമ്പോൾ 246A-യും 269A-യും. ഈ GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാ പഠിച്ചേ? 279A. മനസ്സിലായി? അപ്പൊ നമ്മൾ ഇതെല്ലാം തന്നെ GSTയെ കുറിച്ച് പഠിച്ചാൽ ഏറ്റവും അടുത്തടുത്ത് പഠിക്കേണ്ട പോയിന്റ് ഈ 2017 ജൂലൈ 1-ാം തീയതിയാണ് GST നിലവിൽ വന്നത്. എന്നാണ് 2017 ജൂലൈ 1-ാം തീയതിയാണ് GST നിലവിൽ വന്നത്. എന്നാൽ രാഷ്ട്രപതി ഒപ്പുവെച്ച് ചോദിച്ചിട്ടുള്ളതാണ് 2016 സെപ്റ്റംബർ 8-ാം തീയതിയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2016 സെപ്റ്റംബർ 8-ാം തീയതി. GST ബിൽ ലോക്സഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. മറക്കരുത്. GST ബിൽ ആദ്യമായി ലോക്സഭ പാസ്സാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഭേദഗതിയോടുകൂടി പാസ്സാക്കിയതല്ല, പാസ്സാക്കി 2015 മെയ് 6. എന്നാൽ GST ബിൽ ലോക്സഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കി 2016 ഓഗസ്റ്റ് 8-ന്. GST ബിൽ രാജ്യസഭ ഭേദഗതി നിർദ്ദേശത്തോടുകൂടി പാസ്സാക്കിയിട്ടുള്ളത് 2016 ഓഗസ്റ്റ് 3. 2016 ഓഗസ്റ്റ് 3. ലോക്സഭ എന്ന പാസ്സാക്കി 2015 മെയ് 6. നമ്മൾ ഇയർ ആയതുകൊണ്ട് തന്നെ വളരെ എടുത്ത് തന്നെ പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ GST എന്ന് നിലവിൽ വന്ന എല്ലാ വർഷവും ചോദിക്കുന്നുണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. 2017 ജൂലൈ 1-നാണ് GST ബില്ല് നിലവിൽ വന്നത്. GST ആദ്യമായി പാസ്സാക്കിയത് ആസാം, രണ്ടാമതായി പാസ്സാക്കിയത് ബീഹാർ, ലാസ്റ്റ് 16-ാമതായി പാസ്സാക്കിയത് ഒഡീഷ. മനസ്സിലായല്ലോ? GSTയുടെ ആദ്യ വാക്കും കൂടെ പഠിച്ചോളൂ. ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി. ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി. GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 246A, 269A. GST കൗൺസിലിനെ കുറിച്ചാണെങ്കിൽ 279A. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് GST കൗൺസിൽ ആസ്ഥാനം. GSTയെ കുറിച്ചിട്ടാണ്. അപ്പോൾ GST കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരള GST കൗൺസിലിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് കേരള GST കൗൺസിലിന്റെ ആസ്ഥാനം. സോ GST കൗൺസിൽ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ GST കൗൺസിൽ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ GST നികുതി നിരക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. എങ്ങനെയാണ് GST നിരക്കുകൾ പോകുന്നത്? 5%, 12%, 18%, 20% എന്നുള്ള ലെവലിലാണ് GST നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ GST നിരക്കുകൾ 5, 12%, 18%, 20% ഇങ്ങനെയാണ് GST നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് പെട്രോളും മദ്യവുമാണ്. ഈ രണ്ട് പ്രോഡക്റ്റുകളും GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നടപ്പാക്കിയ GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്തൊക്കെയാണ്? പെട്രോളും മദ്യവും GSTയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക. അപ്പോൾ ഇന്ത്യ നടപ്പിലാക്കിയ GST മാതൃക നിലവിലുള്ള മറ്റ് രാജ്യങ്ങൾ എന്ന് ചോദിക്കുന്നത് കാനഡയും ബ്രസീലുമാണ്. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ GST മാതൃകയിൽ നിലവിലുള്ള മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് കാനഡയും ബ്രസീലുമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. GST വന്നതോടെ ഒഴിവാക്കപ്പെട്ട നികുതികൾ. അപ്പൊ ഈ ഇത്തരത്തിലുള്ള നികുതികളെല്ലാം തന്നെ 2015 മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ GST വന്നപ്പോൾ ഈ നികുതികളെല്ലാം തന്നെ എന്ത് ചെയ്തു? ഒഴിവാക്കപ്പെട്ടു. അപ്പൊ സെൻട്രൽ എക്സൈസ് നികുതികൾ, സേവന നികുതികൾ, ഈ രണ്ട് നികുതികളും GST നിലവിൽ വന്നതിന്റെ ഫലമായിട്ട് ഒഴിവാക്കപ്പെട്ടു. ഏതൊക്കെയാണ്? അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു 2015 മെയ് 6-നാണ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ GST വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒഴിവാക്കപ്പെട്ട ചില നികുതികളാണ് സെൻട്രൽ എക്സൈസ് നികുതികൾ, സേവന നികുതികൾ. ഏതാണ്? സെൻട്രൽ എക്സൈസ് നികുതികളും സേവന നികുതികളും GST നിലവിൽ വരുന്നതിന്റെ തൊട്ട് മുമ്പേ തന്നെ എന്ത് ചെയ്തു? ഒഴിവാക്കപ്പെട്ടിട്ടുള്ള നികുതികളാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കൂ, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി എന്നിവയൊക്കെ തന്നെ ഒന്നുകൂടി നോക്കാം. സെൻട്രൽ എക്സൈസ് നികുതികൾ, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി. അപ്പൊ മൂല്യവർദ്ധിത നികുതി നമ്മൾ എടുത്തിട്ട് പഠിക്കേണ്ടതാണ്, അല്ലെ? മൂല്യവർദ്ധിത നികുതി എന്ന് പറഞ്ഞാൽ നമ്മൾ GSTക്ക് വരുന്നതിന് മുന്നേ തന്നെ നടപ്പിലാക്കിയ ഒരു നികുതിയാണ്. 1954 കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. അപ്പോൾ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയയിലാണ്. അപ്പൊ എന്നാ? ഫ്രാൻസിൽ 1954.
അപ്പോൾ ഈ മൂല്യവർദ്ധിത നികുതി എന്ന് പറയുമ്പോഴത്തേക്കും GST വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ വിവിധ രാഷ്ട്രങ്ങളൊക്കെ തന്നെ നിലനിന്നിട്ടുള്ള ഒരു നികുതിയാണ്. അങ്ങനെ ഇന്ത്യയിലും ആ ഒരു നികുതി നിലവിൽ വരുന്നു. അങ്ങനെ GST വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ മൂല്യവർദ്ധിത നികുതി, കേന്ദ്ര വിൽപ്പന നികുതി എല്ലാം തന്നെ എന്ത് ചെയ്തു, ഒഴിവാക്കപ്പെട്ടു. അതിന് പകരമാണ് GST 2005 മെയ് 6 നിലവിൽ വന്നത്. പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളതാണ്. നിലവിൽ വന്നെന്നാ 2017 ജൂലൈ 1 അല്ലേ. സോ കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, എക്സൈസ്, സെൻട്രൽ നികുതികൾ, സേവന നികുതി എന്നിവയൊക്കെ തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള നികുതികളാണ്. ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ശ്രദ്ധിക്കണം, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി എന്നിവ, വിനോദ നികുതി, ഇവയെല്ലാം തന്നെ ഒഴിവാക്കപ്പെട്ടു എന്നതാണ്. കേരളത്തിലെ GST കോഡ് ചോദിച്ചിട്ടുള്ളതാണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. സോ കേരളത്തിലെ GST കോഡ് 32 കേരളത്തിലെ GST കോഡ് 32 GST നടപ്പിലാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് മനസ്സിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് GST റേറ്റ് ഫൈൻഡർ. GST റേറ്റ് ഫൈൻഡർ എന്നറിയപ്പെടുന്ന ഒരു മൊബൈൽ ആപ്പ് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തിനാ? GST നടപ്പിലാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് മനസ്സിലാക്കുന്നതിനായി ഇത് ഏത് സർക്കാരാണ്? സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്പാണ് GST സെറ്റ് ഫൈൻഡർ. GST സെറ്റ് ഫൈൻഡർ എന്നറിയപ്പെടുന്ന ഒരു മൊബൈൽ ആപ്പ് തന്നെ ഈ നികുതി നിരക്കുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ആപ്പാണ്. സോ മനസ്സിലാക്കിയല്ലോ. സോ അപ്പോൾ നമുക്ക് പറയാം, മൂല്യവർദ്ധിത നികുതിയെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഫ്രാൻസിലാണ്, വർഷം 1954. അപ്പോൾ മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് GST കൗൺസിലിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. GSTയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കേരള GSTയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ GST നികുതിയുടെ നിരക്കുകൾ എങ്ങനെയുള്ളതാണ്? 5%, 12%, 18%, 20% ഇങ്ങനെയുള്ളതാണ്. GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവ പെട്രോൾ, മദ്യം എന്നിവയാണ്. ഇന്ത്യ നടപ്പിലാക്കിയ GST മാതൃക നിലവിലുള്ള മറ്റു രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ബ്രസീലും കാനഡയുമാണ്. GST വന്നതോടെ ഒഴിവാക്കപ്പെട്ട നികുതികൾ, ആ നികുതികളെല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. ബിക്കോസ് ഏതൊക്കെയാണ്? സെൻട്രൽ എക്സൈസ് നികുതികൾ, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി എന്നിവയെല്ലാം തന്നെ GST വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ GST നിങ്ങൾ തന്നെ ആലോചിക്കുക. GST ആദ്യമായിട്ട് പാർലമെന്റ് പാസ്സാക്കി 2005 മെയ് 6. GST നിലവിൽ വന്ന 2017 ജൂലൈ 1. ആ ഒരു പോയിന്റ് ഒന്നും മറക്കാതെ തന്നെ പഠിക്കുക, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ GSTകൾ ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം LDC ലെവലിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചോദിച്ചാൽ കേരളത്തിലെ GST കോഡ് എത്ര? 32. ഏത് അമെന്റ്മെന്റിലൂടെയാണ് നിലവിൽ വന്നതെന്ന് അറിയാലോ? GST ഭേദഗതിയെ കുറിച്ച് ഏതാ? 101 അമെന്റ്മെന്റ് ആണ് GSTയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൂടെ പഠിച്ചിരിക്കുക. GST നടപ്പിലാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് GST റൈറ്റ് ഫൈൻഡർ. GST റൈറ്റ് ഫൈൻഡർ എന്നറിയപ്പെടുന്ന മൊബൈൽ ആപ്പ് തയ്യാറാക്കി. ഞാൻ പറഞ്ഞു, മൂല്യവർദ്ധിത നികുതി GST വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നുള്ള നികുതിയാണ്. അപ്പോൾ മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ് 1954. പിന്നെ ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണ കൊറിയയിലാണ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഏഷ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് ദക്ഷിണ കൊറിയയാണ്. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂല്യവർദ്ധിത നികുതിയെ കുറിച്ചാണ്. മൂല്യവർദ്ധിത നികുതി ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം 2005. അപ്പോൾ ആദ്യമായിട്ട് മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത് എന്താണ്? ഫ്രാൻസിലാണ്. 1954 നിലവിൽ വന്നത്. ഏത് ഏഷ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് ദക്ഷിണ കൊറിയയിലാണ് നിലവിൽ വന്നത്. അത് മനസ്സിലാക്കാം. അപ്പോൾ മൂല്യവർദ്ധിത നികുതി നിലവിൽ വരുന്നത്, അതായത് GST നിലവിൽ വരുന്നതിന് മുമ്പുള്ള ചില നികുതികളായിരുന്നു മൂല്യവർദ്ധിത നികുതി. സോ 2015 നമ്മൾ എന്താണ് GST നിലവിൽ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള നികുതികളെല്ലാം തന്നെ എന്ത് ചെയ്തു? റദ്ദ് ചെയ്യുകയുണ്ടായി. അങ്ങനെ മൂല്യവർദ്ധിത നികുതി, അപ്പം ഞാൻ അതിന് തൊട്ട് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ വർഷം നിങ്ങൾ നോക്കിയാൽ 2005 അല്ലേ? മൂല്യവർദ്ധിത നികുതി ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഏർപ്പെടുത്തിയ വർഷം 2005. ശ്രദ്ധിക്കുക, മൂല്യവർദ്ധിത നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ സംസ്ഥാനം. അപ്പൊ നമ്മൾ GST ആദ്യമായി ഏർപ്പെടുത്തിയ എവിടെ നിന്നാണ് പഠിച്ചേ? ആസാം. എന്നാൽ മൂല്യവർദ്ധിത നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഓക്കെ. സോ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അസീം ദാസ് ഗുപ്ത. ആരാണ്? മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് അസീം ദാസ് ഗുപ്തയാണ്. സോ മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. മനസ്സിലായല്ലോ. കേന്ദ്ര മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം കേന്ദ്ര തലത്തിലാണ്. ശ്രദ്ധിക്കുക,
കേന്ദ്ര മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം 2000 ഏപ്രിൽ 1. സോ കേന്ദ്ര മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം 2000 ഏപ്രിൽ 1 കേന്ദ്ര മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം. സോ അപ്പോൾ നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന എല്ലാം തന്നെ മൂല്യവർദ്ധിത നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. മനസ്സിലായല്ലോ? അതിൽ നമ്മൾ പറഞ്ഞത് മൂല്യവർദ്ധിത നികുതി ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഏർപ്പെടുത്തിയ വർഷം 2005. മൂല്യവർദ്ധിത നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റി അധ്യക്ഷൻ അസീം ദാസ് ഗുപ്ത. മോദിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന വർഷം 1986. കേന്ദ്ര മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം 2000 ഏപ്രിൽ 1. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. എന്താണ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്? അതായത് ഗവൺമെന്റിന്റെ വിവിധ തരത്തിലുള്ള ചിലവ് രീതിയെ തമ്മിൽ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഗവൺമെന്റിന്റെ ചിലവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചിരിക്കേണ്ടത് വികസന ചിലവുകളാണ്. എക്സ്പെൻഡിച്ചർ ടാക്സ് അഥവാ വികസന ചിലവുകളാണ്, ഗവൺമെന്റിനുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകളാണ്. അപ്പോൾ ഇവിടെ റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളെയാണ് വികസന ചെലവുകൾ അതെല്ലാം തന്നെ വികസന ചെലവുകളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാര്യം ഇതെല്ലാം തന്നെ വെൽഫെയർ സ്കീമിന് വേണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട പരിപാടികളാണ്. അപ്പൊ ഇവിടെ ചെലവ് അനുവദിച്ചു നൽകേണ്ടത് ആരാണ്? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ്, അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് ചെലവുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? വികസന ചെലവ്. വികസനം എന്ന് വെച്ചാൽ ഇവരുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വെൽഫെയർ മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളാണ്. അതെല്ലാം വഹിക്കേണ്ടത് ആരാ? ഗവൺമെന്റ് ആണ് വഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ചെലവിനെ എന്താ പറയുന്നത്? വികസന ചെലവ്, ഗവൺമെന്റിന്റെ വികസന ചെലവുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഏതൊക്കെയാണ്? റോഡ് വികസനമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഗവൺമെന്റിന്റെ വികസന പരിപാടികളാണ്. നെക്സ്റ്റ് പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. തുറമുഖം, അപ്പൊ തുറമുഖം പോർട്ടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് കേന്ദ്ര സർക്കാരിന് പ്രധാനപ്പെട്ട കേന്ദ്ര വിഭാഗത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ചില ചുമതലയിൽ വരുന്ന ചില വിഭാഗങ്ങളാണ് തുറമുഖം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വിഭാഗത്തിൽപ്പെടുന്നവയാണ് റോഡ്, പാലം, ഇത്തരത്തിലുള്ള ഗതാഗത സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യകതകൾ. സോ അതാണ് റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക. ഇതൊക്കെ തന്നെ ഗവൺമെന്റിന്റെ അധ്യക്ഷതയിൽ വരുന്നതാണ്. പുതിയ സംരംഭങ്ങൾ, ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെല്ലാം സംരംഭങ്ങളായിക്കൊള്ളട്ടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംരംഭങ്ങളും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. നമുക്കറിയാലോ 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതുകൂടെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഫെഡറൽ ഗവൺമെന്റിൽ വരുന്നതാണ്. 3 തരം ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റുകളുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുകളുണ്ട്, കൺകറന്റ് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ചില ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ദെൻ വരുന്നത് വനം, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വകുപ്പുകളുണ്ട്. അതെല്ലാം വരുന്നത് കൺകറന്റ് ലിസ്റ്റുകളാണ്. മനസ്സിലാവുന്നില്ല? അതുകൂടെ ശ്രദ്ധിച്ച് പഠിക്കാം. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വരുന്നവയാണ് സ്റ്റേറ്റ് ലിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. സോ അപ്പോൾ നോക്കൂ, സ്ഥാപനങ്ങൾ തുടങ്ങി മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളെയാണ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, വികസന ചെലവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ടോപ്പിക്കായിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ചെലവുകൾ. ഗവൺമെന്റിന്റെ ചിലവുകൾ എന്ന് പറയുന്ന റോഡ്, പാലം, ഗതാഗതം, വിവിധ തരത്തിലുള്ള തുറമുഖ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ തുടർന്ന പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാരിന്റെ ചെലവുകളെ അറിയപ്പെടുന്ന പേരാണ് വികസന ചെലവുകൾ. മനസ്സിലായി? നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തൊക്കെയാണ് ടാക്സേഷൻസ് പഠിച്ചിട്ട് സ്ട്രക്ചർ ഓഫ് ദ ടാക്സേഷൻ ആണ് പഠിച്ചത്. അവിടെ നമ്മൾ എടുത്തു പഠിക്കേണ്ട കാര്യം പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളുമാണ്. അതുപോലെ തന്നെ നികുതി ആഡ് ചെയ്യുന്നവരാണ്, നികുതികൾ ഈടാക്കുന്നവരാണ് എന്നിട്ടുള്ള. പിന്നെ അതിലുമായിട്ട് ബന്ധപ്പെട്ട മൂല്യവർദ്ധിത നികുതി എടുത്തിനെ പഠിച്ചു. നെക്സ്റ്റ് GSTയും പഠിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പോയിന്റ് വരുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ആണ്. എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞത് എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ഞാൻ ഒരു വലിയ എക്സ്പ്ലാനേഷൻ ചെയ്തിട്ട് അധികം പോയിട്ടില്ല. ഈ ഒരു ടോപ്പിക്ക് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് പോകാൻ കഴിയത്തില്ല കേട്ടോ. നെക്സ്റ്റിൽ നമുക്ക് ഫെഡറലിസം ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഇത് വളരെ എളുപ്പപ്പെട്ട ഒരു ടോപ്പിക്കാണ് വികസന ചിലവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്നാൽ ചില ലിസ്റ്റുകളും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക. പൊളിറ്റിക്സിന്റെ ഭാഗമാണിത്. ആ ലിസ്റ്റുകളും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. എങ്കിൽ മാത്രമേ ഇതും കൂടെ ഞങ്ങൾക്ക് പഠിച്ചു പോകാൻ കഴിയത്തുള്ളൂ. എന്തും പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ ഇയേഴ്സും അതുപോലെ തന്നെ അമെൻമെൻറ്റുകളും പഠിക്കേണ്ടത്. ആർട്ടിക്കിൾസുകളൊക്കെ ഇൻക്ലൂഡാണ് ഇതിൽ വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ വികസന ചെലവ്, എക്സ്പെൻഡിച്ചർ ടാക്സ് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് മൂല്യവർദ്ധിത നികുതിയുമായിട്ട് ബന്ധപ്പെട്ടത്. ലാസ്റ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി